ഇപ്പോഴും തുടങ്ങല്ലേ ഈ ആരോപണങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരുന്നുണ്ട് UDF-ഉം അതുപോലെ തന്നെ BJP. അല്ല, ഞാനൊരു കാര്യം തുറന്ന് എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുകയാണ്. നേരത്തെ നിങ്ങൾ ആരെങ്കിലും പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർ പൂര പ്രദർശനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത്. തൃശ്ശൂർ പൂരം തൃശ്ശൂരിൻ്റെ അഭിമാനകരമായിട്ടുള്ളൊരു അടയാളപ്പെടുത്തലാണ്. അനാവശ്യമായി അതിനെ രാഷ്ട്രീയ വർഗീയ തർക്കങ്ങളിലേക്ക് വഴിതെളിയിക്കാൻ ആര് ശ്രമിച്ചാലും അവരെന്തെങ്കിലും നേടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് നേടാൻ കഴിയില്ല എന്നൊരു യാഥാർത്ഥ്യമാണ്. തൃശ്ശൂരിലെ പൂരം എല്ലാ വിധത്തിലും തൃശ്ശൂരിൻ്റെ ജനത ഹൃദയത്തിലേറ്റുന്ന, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ജാതി മത രാഷ്ട്രീയ വർണ്ണ വർഗ ലിംഗവ്യത്യാസമില്ലാതെ തൃശ്ശൂരിൻ്റെ അഭിമാനകരമായ ഒരു അടയാളപ്പെടുത്തലാണ്. ആ പൂരത്തിന് ഏതെങ്കിലും തരത്തിലുള്ള വിഘാതം ഉണ്ടാകുന്ന ഘട്ടമുണ്ടായാൽ പൂരത്തെ ഒരു വിഘാതത്തിനും ഒരു വിവാദത്തിനും കൊടുക്കാതെ തൃശ്ശൂർ ഏറ്റവും മേന്മയോടെ തുടർന്ന് നടത്താനുള്ള പ്രവർത്തനങ്ങൾ ആലോചിക്കലാണ് തൃശ്ശൂരിൻ്റെ രാഷ്ട്രീയ മര്യാദ. തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കൊണ്ട് അതിനെ രാഷ്ട്രീയ വിവാദത്തിലേക്ക് വഴിതെളിയിക്കുന്നത് ഒരു കാരണവശാലും ശരിയല്ല. തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട എല്ലാ ആചാരങ്ങളും മുറതെറ്റാതെ തന്നെ നടന്നു. വെടിക്കെട്ടിന് ഇത്തിരി നേരം വൈകി എന്നതൊഴിച്ചാൽ സ്വാഭാവികമായും അതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പകൽ നേരത്തെയും വെടിക്കെട്ടുകൾ നടന്നിട്ടുണ്ട്. അത് പല കാരണങ്ങളാലാണ്. ഒരു കാലത്ത് അച്യുതാനന്ദൻ്റെ ഗവൺമെൻറ്റുള്ള സമയത്ത് എല്ലായിടത്തും വെടിക്കെട്ട് നിരോധിക്കപ്പെടുന്ന ഒരു ഘട്ടത്തിൽ ആ ഗവൺമെൻറ് നേതൃത്വപരമായ പങ്കുവഹിച്ചു. മുഖ്യമന്ത്രി തന്നെ യോഗം വിളിച്ചു ചേർത്ത് അന്ന് ജില്ലയിലെ മന്ത്രിയായിരുന്ന KP രാജേന്ദ്രനും അന്നത്തെ ടൂറിസം വകുപ്പ് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണനും നേരിട്ട് നിന്ന് നടത്തിയ അനുഭവങ്ങൾ നമുക്കുണ്ട്. കൊല്ലത്ത് പൂച്ചിങ്ങൽ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് ഉണ്ടായ അപകടത്തെ തുടർന്ന് പിന്നീട് ഒരു ജില്ലയിലും വെടിക്കെട്ട് നടക്കാത്ത ഘട്ടത്തിൽ അന്ന് തൃശ്ശൂർ മണ്ഡലത്തിലെ MLA ആയിരുന്ന VS സുനിൽകുമാർ തന്നെ നേരിട്ടിടപെട്ട് ആ ഗവൺമെൻറ് ഇടപെട്ട് വെടിക്കെട്ട് നടത്തിയ അനുഭവമുണ്ട്. 2 വർഷക്കാലം മുമ്പ് നിർഭാഗ്യവശാൽ അതിഭീകരമായ മഴയുണ്ടായി. മഴയെ തുടർന്ന് 3 ദിവസം വെടിക്കെട്ട് നടത്താൻ പറ്റിയില്ല. അവസാനം കോട്ടയത്ത് നിന്നോ മറ്റോ വന്ന ഏതൊക്കെയോ ആളുകൾ നല്ല ബോധത്തിലല്ലാത്ത നേരത്ത് വൈകുന്നേരം അതിൻ്റെ മുമ്പിൽ മാഗസീൻ്റെ മുമ്പിൽ പൂത്തിരി കത്തിച്ചതുമായി ബന്ധപ്പെട്ട് പ്രശ്നമുണ്ടായി. നട്ടുച്ചയ്ക്ക് 1:30 വെടിക്കെട്ട് നടത്തിയ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ ഒരാചാരത്തിനും ഇതുമായി ബന്ധപ്പെട്ട ഒരു കുറവും വരുത്തിയിട്ടില്ല. അതിൻ്റെ ഭാഗമായിട്ട് ജനങ്ങൾക്ക് വേണ്ടതുപോലെ കാണാൻ അവസരം കിട്ടാത്ത വിധത്തിൽ ചില നടപടിക്രമങ്ങളുണ്ടായി എന്ന് ദേവസ്വങ്ങൾ കൂടി പരാതിപ്പെട്ട സാഹചര്യത്തിൽ, മാധ്യമപ്രവർത്തകരുടെ പരാതി ഉണ്ടായ ഘട്ടത്തിൽ ആദ്യം അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ DGPയെ ചുമതലപ്പെടുത്തുകയും ഈ വെടിക്കെട്ടിൻ്റെ നേരം വൈകിയതുൾപ്പെടെയുള്ള സകല പ്രശ്നങ്ങളും സമഗ്രമായ അന്വേഷണത്തിന് വിധേയമാക്കുകയും അതിനെ തുടർന്ന് പരാതി ലഭ്യമായ സാഹചര്യത്തിൽ അതിരുവിട്ട ഇടപെടൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം പൂർണ്ണമായും ജനങ്ങളെ പൂരം കാണിക്കണം എന്നാണ്. ഗവൺമെൻറ്റിൻ്റെ എന്ന് പറഞ്ഞാൽ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ കേരളത്തിലെ സർക്കാരിൻ്റെ ലക്ഷ്യം എല്ലാവർക്കും പൂരം വിസിബിളാക്കണമെന്നാണ്. അതിന് ഗവൺമെൻറ് നിർദ്ദേശിച്ച വഴികളിൽ നിന്ന് വ്യത്യസ്തമായി നടപടിയെടുത്തതിൻ്റെ ഭാഗമായി കമ്മീഷണറെയും അസിസ്റ്റൻറ്റ് കമ്മീഷണറെയും മാറ്റാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് അനുവാദം ചോദിച്ചുകൊണ്ടുള്ള കഠിനമായിട്ടുള്ള നടപടിയും കേരളത്തിലെ ഗവൺമെൻറ് എടുക്കാൻ തീരുമാനിച്ചു. ആ തീരുമാനത്തിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു നന്ദി അറിയിച്ചുകൊണ്ടും തിരുവമ്പാടി ദേവസ്വം പത്രസമ്മേളനം നടത്തിയത് നിങ്ങളെല്ലാവരും കേട്ടിരിക്കുന്ന കാര്യമാണ്. ഇനിയും അതിനെ വിവാദത്തിലേക്ക് കൊണ്ടുപോകുന്നത് ശരിയായ നടപടിയല്ല. ഗവൺമെൻറ് പൂരം എല്ലാവരെയും കാണിക്കലാണ് അതിൻ്റെ ലക്ഷ്യം. അതിലുണ്ടായ കുറവുകൾ പരിശോധിക്കുമെന്ന് നേരത്തെ ഞാൻ പറഞ്ഞു. പരിശോധിക്കാൻ ഇനിയും ഒരുപാട് ഘടകങ്ങളുണ്ട്. ആ വിവാദത്തിലേക്ക് തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഞാൻ പോകുന്നില്ല. പക്ഷേ അതെല്ലാം സമഗ്രമായ അന്വേഷണത്തിന് വിധേയമാക്കും. ആദ്യ നടപടി എന്ന നിലയിൽ ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പിന്നെ സ്ഥലം മാറ്റുക എന്ന നടപടിയിലേക്ക് തന്നെ ഗവൺമെൻറ് പോയത് ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തിയുടെ ഭാഗമായിട്ടാണ്. ബാക്കി എല്ലാ തരത്തിലുള്ള അന്വേഷണങ്ങളും നടക്കും. ഇതിൽ കുറച്ച് സമയമായി പൂരത്തിൻ്റെ ഒരു നടപടിക്രമങ്ങളുമായി രംഗത്ത് വരാത്ത സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ള ചില ആളുകൾ ഈ പൂരത്തിൻ്റെ നടത്തിപ്പിൽ രാവിലെ ഞങ്ങളുടെ സാന്നിധ്യം ഉണ്ടായില്ല എന്നൊക്കെ സംബന്ധിച്ച് ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത് കേട്ടു. എൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാ മൈക്കുകളെയും പ്രതിനിധീകരിക്കുന്ന ചാനലുകൾ സംഭവം നടക്കുന്ന നേരത്ത് മന്ത്രി ഉൾപ്പെടെ ഇടപെട്ടതും അവരുമായി നടത്തിയ ചർച്ചയും ആ ചർച്ചയെ തുടർന്നുള്ള സംഭവങ്ങളും അനുസമയം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. എന്നുമാത്രമല്ല, ഇന്ന് തിരുവമ്പാടി ദേവസ്വം തന്നെ പത്രസമ്മേളനം നടത്തി ഓരോ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുണ്ടായപ്പോഴും മന്ത്രി നേരിട്ട് ഇടപെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ തയ്യാറായി എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ UDFൻ്റെ സ്ഥാനാർത്ഥി ഇന്ന് രാവിലെയും മന്ത്രി സ്ഥലത്തുണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുകയുണ്ടായി. അദ്ദേഹം എങ്ങനെയാണത് മനസ്സിലാക്കിയത്? അദ്ദേഹം സ്ഥലത്തുണ്ടായിരുന്നു ഈ സംഭവം നടക്കുമ്പോൾ? ഞാൻ കൃത്യമായി കണ്ടതാണ്. പാറമേക്കാവ് അമ്പലത്തിൻ്റെ വെടിക്കെട്ട് കഴിഞ്ഞ് തിരുവമ്പാടി വെടിക്കെട്ടിന് തിരുകൊളുത്തലും കഴിഞ്ഞ് വെടി പൊട്ടിക്കൊണ്ടിരിക്കുന്ന നേരത്താണ് ഞാൻ തിരിച്ച് കുളിക്കാനായിട്ട് വീട്ടിലേക്ക് പോകുമ്പോൾ
മണികണ്ഠനാൽ തറയിൽ സ്ഥാനാർത്ഥി UDFൻ്റെ സ്ഥാനാർത്ഥി നിലവിൽ MP കൂടിയായിട്ടുള്ള അദ്ദേഹം വന്നിറങ്ങുന്നത് ഞാൻ നേരിട്ട് കണ്ടതാണ്. സ്ഥലത്ത് MP പറഞ്ഞു, അദ്ദേഹം സ്ഥലത്തുണ്ടായിരുന്നു. UDFൻ്റെ സ്ഥാനാർത്ഥി സ്ഥലത്തുണ്ടായിരുന്നു. ആംബുലൻസിൽ വന്ന് 5 മിനിറ്റ് നിന്നതൊഴിച്ചാൽ BJPയുടെ സ്ഥാനാർത്ഥി സ്ഥലത്തുണ്ടായിരുന്നു. പൂർണ്ണമായും ആ സ്ഥലത്തുണ്ടായിരുന്നത് സുനിൽകുമാറാണ്. ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങളുടെയൊക്കെ കോളർ ID പരിശോധിച്ചാൽ, ഫോൺ പരിശോധിച്ചാൽ, ഞങ്ങളുടെ സാന്നിധ്യം പരിശോധിച്ചാൽ ഞങ്ങൾ എവിടെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും. അതിനാരുടെയും പ്രത്യേക ശുപാർശയുടെ ആവശ്യവും ഞങ്ങൾക്കാർക്കും ഇല്ല. ഇതിനെത്ര തവണകളാണ് പൂരത്തിനുണ്ടാവുക? പൂരത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന എക്സിബിഷൻ്റെ ഉദ്ഘാടനം, പൂരത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന പന്തൽ കാൽനാട്ട് കർമ്മം, പൂരത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായ കൊടിയേറ്റം, പൂരത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായ ചമയ പ്രദർശനം, പൂരത്തിൻ്റെ ഭാഗമായിട്ടുള്ള സാമ്പിൾ വെടിക്കെട്ട്, ഇതിലേതെങ്കിലും പരിപാടിയിൽ ഈ ആരോപണം ഉന്നയിച്ച് സ്ഥാനാർത്ഥിയോ ബന്ധപ്പെട്ടവരോ പങ്കെടുത്തിട്ടുണ്ടോ? വീഡിയോകൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. 30 മണിക്കൂർ നീണ്ടതാണ് പൂരം. തലേദിവസം രാത്രി 2:30 മണിക്കാണ് ആനകളുടെ ഫിറ്റ്നസ് പരിപാടികൾ പൂർത്തീകരിച്ച് 18-ാം തീയതി ഞാൻ മടങ്ങുന്നത്. 5 മണിക്ക് ഞാൻ എൻ്റെ പൂരത്തിൻ്റെ യാത്ര ആരംഭിച്ചത് കണിമംഗല ശാസ്താവിൻ്റെ കേന്ദ്രത്തിൽ നിന്ന് കാൽനടയായി തൃശ്ശൂർ പൂരത്തിലേക്ക് വന്നാണ്. ഈ ചാനലുകളെല്ലാം അത് തത്സമയം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അതുമുതൽ ആരംഭിച്ചാൽ പൂരത്തിൻ്റെ എല്ലാ സങ്കീർണതയും നടക്കുമ്പോൾ ഈ പ്രശ്നങ്ങളിൽ ഉൾപ്പെടെ ഞങ്ങൾ ഇടപെട്ടിരുന്നു. 12 മണിയോടെ 11:30 പാറമേക്കാവിലിൻ്റെ 7 ആനയ്ക്ക് ഒരുമിച്ച് എഴുന്നള്ളുന്നതിന് ബാരിക്കേഡ് തടസ്സമുണ്ടാകുന്നു എന്ന് പറഞ്ഞു. അപ്പം തന്നെ കളക്ടർ വിളിച്ചു. കളക്ടറും ഞങ്ങൾ നേരിട്ട് ഇടപെട്ടു. അവിടെ 7 ആനയ്ക്കും കടന്നു പോകാൻ അവസരം ഉണ്ടായില്ല, ഒരു തടസ്സവും ഉണ്ടായില്ല. പാറമേക്കാവ് പറഞ്ഞല്ലോ, സുഖമായി ഞങ്ങൾ കടന്നു പോന്നു. തിരുവമ്പാടി ദേവസ്വവുമായി ബന്ധപ്പെട്ട് ചില ആശങ്കകളുണ്ടായി. അവിടെ നിന്നപ്പോൾ തന്നെ ആ പ്രശ്നം ചർച്ച ചെയ്തു. 3:20 തന്നെ ജില്ലാ കളക്ടറുടെ മുമ്പിൽ അവരെത്തി കാര്യങ്ങൾ രേഖപ്പെടുത്തി. കോഡ് ഓഫ് കോണ്ടക്റ്റ് നിലനിൽക്കുന്നത് കൊണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിൽ യോഗം നടത്താൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് ആവശ്യമായ നിർദ്ദേശങ്ങളുമായി ഞങ്ങളുണ്ടായിരുന്നു. അതിന് പിന്നീട് മറുപടി പറയാം, അതിന് കമ്മിറ്റി കൂടാൻ വേണ്ടി തിരുവമ്പാടി തിരിച്ചു. ഇതെല്ലാം അവർ പറഞ്ഞതാണല്ലോ. തീരുമാനമെടുത്തു വന്നപ്പോൾ പിന്നെ നിറച്ചാളുകൾ സ്വരാജ് റൗണ്ടിലേക്ക് പ്രവേശിച്ചു. ആളുകളെ പുറത്താക്കിയതിന് ശേഷമേ, അല്ലെങ്കിൽ 100 മീറ്ററിൻ്റെ പെസോ പറയുന്ന സ്ഥലം ഒഴിവാക്കിയതിന് ശേഷമേ മരുന്ന് നിറയ്ക്കാൻ പറ്റൂ. മരുന്ന് നിറയ്ക്കാൻ ഏതാണ്ട് 1.25 മണിക്കൂർ സമയം പിടിക്കും. അവിടെ ഈ മാധ്യമങ്ങളെല്ലാം ഉണ്ടായതാണ്. അങ്ങനെ ഉണ്ടായ സ്വാഭാവികമായ വൈകലാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം. അവിടെ തിരുവമ്പാടി തന്നെ പൂരത്തിൻ്റെ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് അവർ സ്ട്രോങ് ആയൊരു തീരുമാനമെടുത്തു. ഇപ്പം തന്നെ പൊട്ടിക്കും എന്ന നിലപാടിലേക്ക് വന്നു. ഇത്തിരി നേരം വൈകിയാണെങ്കിലും. പൊട്ടിച്ചില്ലെങ്കിൽ എന്താ പ്രശ്നം? പൊട്ടിച്ചില്ലെങ്കിൽ ആചാരലംഘനം ഉണ്ടാകും. കാരണം മാഗസീൻ മുഴുവൻ ലോഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മാഗസീൻ ലോഡ് ചെയ്തിട്ടുള്ള പടക്കം പൊട്ടിക്കാതെ, കരിമരുന്ന് പൊട്ടിക്കാതെ വേറൊരു അവസരത്തിലേക്ക് മാറ്റിവെച്ചാൽ പിറ്റേ ദിവസത്തെ പകൽപൂരവും ആചാരങ്ങളുടെ ഭാഗമായിട്ടുള്ള ഉപചാരം ചൊല്ലി പിരിയലും ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് തടസ്സമാകും. അതുകൊണ്ട് ഇത്തിരി വൈകിയാലും വെടിക്കെട്ട് നടത്തണം എന്ന നിലപാടിൽ തന്നെയാണ് എല്ലാവരും ഉറച്ചു നിന്നത്. അപ്പോൾ അതുകൊണ്ട് അനാവശ്യമായ തർക്കം ഈ കാര്യത്തിൽ ഉണ്ടാകേണ്ടതില്ല. തർക്കമുണ്ടാകേണ്ട വിഷയങ്ങൾ ധാരാളമായിട്ടുണ്ട്. എന്തിനാണ് പൂരവുമായി ബന്ധപ്പെട്ട തർക്കത്തിലേക്ക് പോകുന്നത്? അത് തൃശ്ശൂരിൻ്റെ അടിസ്ഥാനപരമായ ഒരു ആവശ്യമല്ലേ? ഇനിയും എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിയട്ടെ, നമുക്ക് പരിശോധിക്കാം. ഈ സംഭവങ്ങളെക്കുറിച്ചെല്ലാം പരിശോധിക്കാം എന്ന് സർക്കാർ അറിയിച്ചു, കോഡ് ഓഫ് കോണ്ടക്റ്റിൻ്റെ നടുവിൽ നിന്നുകൊണ്ടും. അതുകൊണ്ട് ഞങ്ങളെവിടെ ഉണ്ടായിരുന്നു എന്ന് ആർക്കും സംശയം ഉണ്ടാകേണ്ട കാര്യമില്ല. പലരായി പല ഘട്ടത്തിൽ പറഞ്ഞുകൊണ്ട്, ഞാൻ വ്യക്തിപരമായി ആ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞാണ്. ഓരോരുത്തരുടെയും ഫോൺ ഉൾപ്പെടെ പരിശോധിച്ചാൽ അറിയാം. ഞങ്ങൾ പൂർണ്ണസമയം ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. മാധ്യമങ്ങളത് റിപ്പോർട്ട് ചെയ്തു. ഇന്ന് തിരുവമ്പാടിയുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റും സെക്രട്ടറിയും പച്ചയായി നിങ്ങളോട് പറഞ്ഞു, പൂർണ്ണ സമയവും ഞങ്ങളെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ വഴിമാറ്റി വിടാൻ വേണ്ടി ശ്രമിക്കേണ്ട. ഇവിടെ ഇപ്പോൾ ചില രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ചില അഭിപ്രായ പ്രകടനങ്ങൾ ഞങ്ങളുടെ തലയിൽ വെച്ച് കെട്ടുകയാണ്. രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് ചാവക്കാട് വന്നില്ല? ഇന്ന് ചർച്ച ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രശ്നം അതല്ലേ? വയനാട്ടിൽ ഒരു വലിയ റാലി നടത്തി എന്ന് അദ്ദേഹം അവകാശപ്പെടുമ്പോൾ, കേരളത്തിലെ സമഗ്രമായ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ആർ ശങ്കറും അക്കാമാച്ചെറിയാനും പനമ്പള്ളി ഗോവിന്ദമേനോനും രാഷ്ട്രീയ നിലപാടെടുത്ത കോൺഗ്രസിൽ സുനിൽ കനകോലു പറഞ്ഞതനുസരിച്ച് ലീഗിൻ്റെ കൊടി അവിടെ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്ന പ്രശ്നമുണ്ടായപ്പോൾ സ്വന്തം പതാക പോലും മാറ്റിവെച്ച് രാഷ്ട്രീയ റാലി നടത്തേണ്ട ഗതികേടുണ്ടായപ്പോൾ തന്നെ കേരളത്തിൻ്റെ ജനാധിപത്യ മേഖലയിൽ ഒരു ചർച്ചയായി. യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി ഇന്ന് ചാവക്കാട്ട് രാഷ്ട്രീയമായ ഈ പരിപാടിക്ക് വന്ന് പൗരത്വ ഭേദഗതി ബില്ലിനെ കുറിച്ച് ആർജവത്തോടെ അഭിപ്രായം പറയേണ്ട ഒരു ഘട്ടത്തിൽ അവിടെ ഉണ്ടാകുന്ന റാലിയിൽ പച്ചക്കൊടി ഉണ്ടാകുമെന്ന് പേടിച്ചാണ് അദ്ദേഹം ഇവിടെ വരാതിരുന്നത് എന്ന് സംശയിക്കേണ്ട വിധത്തിലുള്ളൊരു ഘട്ടമായി. എങ്ങനെ മതനിരപേക്ഷമായ ഒരു മുന്നണിക്ക് നേതൃത്വം നൽകാൻ കോൺഗ്രസിന് പറ്റുമെന്ന് മതന്യൂനപക്ഷങ്ങൾ വിശ്വസിക്കുന്നു? കാളയ്ക്ക് ചുവപ്പ് കണ്ടാൽ ഉണ്ടാകുന്ന കലി പോലെ
എന്തുകൊണ്ടാണ് കോൺഗ്രസ്സിന് പച്ച നിറം കണ്ടാൽ ഇങ്ങനെ പേടിക്കേണ്ടി വരുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. അവിടെ വയനാട്ടിൽ വൃന്ദാകാരായിട്ട് വന്നപ്പോൾ അവർ INL പച്ചക്കൊടി എടുത്ത് ആകാശത്തേക്ക് ഉയർത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ അഹങ്കാരത്തിൻ്റെ തേറ്റപ്പല്ലു പറിക്കാൻ മനസ്സിലൊരു കല്ലേറിൻ്റെ കരുത്തെങ്കിലും സമാഹരിക്കാവുന്ന മുഴുവൻ ശക്തികളെയും കൂട്ടുന്ന മുന്നണിയാണ്. അതുകൊണ്ടാണ് INL കൊടി ഉയർത്തിപ്പിടിച്ച് കൊടിയുടെ നിറത്തേക്കാൾ മതനിരപേക്ഷതയുടെ നിലനിൽപ്പും മതന്യൂനപക്ഷങ്ങളുടെ രക്ഷയുമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ലക്ഷ്യം എന്ന് പ്രഖ്യാപിക്കാനുള്ള കാരണം. ആ പച്ചക്കൊടി കണ്ട് പേടിച്ച് രാഹുൽ ഗാന്ധി വരാതിരിക്കുന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ രാഷ്ട്രീയം ചർച്ച ചെയ്യേണ്ടത്. അതാണ് ഇതുമായി ബന്ധപ്പെട്ട എൻ്റെ അഭിപ്രായം. അനാവശ്യ വിവാദങ്ങൾക്ക് ദയവായി ഇതിനെ വിട്ടുകൊടുക്കരുത്. തൃശ്ശൂർ പൂരം പേടിച്ച ആളുകൾ വരാതിരിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകരുത്. ഒരു കാരണവശാലും ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വിധത്തിലുള്ള നടന്ന എല്ലാ സംഭവങ്ങളെക്കുറിച്ചും ഞങ്ങൾ അന്വേഷിക്കും. ആ നേരത്ത് ഇന്നേ വരെ തൃശ്ശൂരിൽ കാണാത്ത പലരുടെയും സാന്നിധ്യം തൃശ്ശൂരിലെ വിവാദ പ്രശ്നങ്ങളിൽ ഉണ്ടായതുൾപ്പെടെയുള്ള സകല കാര്യങ്ങളെക്കുറിച്ചും അന്വേഷിക്കും. നമുക്ക് തെരഞ്ഞെടുപ്പിന് ശേഷമാകാം. തെരഞ്ഞെടുപ്പിന് അതൊരു വിഷയമായി ഇനി ഉന്നയിക്കേണ്ട കാര്യമില്ല. അപ്പം അതുകൊണ്ട് ഗവൺമെൻറ് എടുത്ത ഈ നടപടിയിൽ സംതൃപ്തി രേഖപ്പെടുത്തിയ തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ പത്രസമ്മേളനത്തെ അല്ലെങ്കിൽ അതിൻ്റെ അഭിപ്രായ പ്രകടനത്തെ വളരെ സന്തോഷത്തോടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കാര്യങ്ങൾ ഒരു കൃത്യത വന്ന സാഹചര്യത്തിൽ അത് അനാവശ്യമായ വിവാദത്തിലേക്ക് എല്ലാവരുടെയും ഉത്സവമായ ലോകത്തിൻ്റെ ശ്രദ്ധേയമായ ഹാർമണി ആയിട്ടുള്ള പൂരത്തെ വിട്ടുകൊടുക്കരുത് എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. അല്ല, നമുക്കത് പരിശോധിക്കാവുന്ന കാര്യമുള്ളൂ. സ്വാഭാവികമായിട്ടും ആദ്യഘട്ടത്തിൽ ലഭ്യമായ ചില റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും. സൂക്ഷ്മമായി പരിശോധിക്കും. പങ്കാളിയല്ലാത്ത കുറ്റം ചെയ്യാത്ത ഒരാളും ശിക്ഷിക്കപ്പെടില്ല. പ്രാഥമികമായ നടപടിയാണ്. സമഗ്രമായ അന്വേഷണത്തിന് ശേഷമേ നടപടി ഉണ്ടാകുള്ളൂ. ഇത് ഗവൺമെൻറ്റിൻ്റെ ഒരു നിലപാട് കൂടി പ്രഖ്യാപിക്കാനുള്ള ഒരു അവസരമായി ഇതിന് ഉപയോഗപ്പെടുത്തുകയാണ്. ഒരു ദിവസം പോലും ഈ സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു നേതൃത്വത്തെ വെച്ചിരിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് മാറ്റാനുള്ള നിലപാട് മുഖ്യമന്ത്രി സ്വീകരിച്ചത്. ഇരു ദേവസ്വങ്ങളും പറയുന്നത് എല്ലാ തൃശ്ശൂർ പൂരത്തിനും സ്ഥായിയായ ഒരു സംവിധാനം വേണമെന്നുള്ളതാണ്. നമുക്കതിനെക്കുറിച്ച് ആലോചിക്കാം. ഓരോ ഘട്ടത്തിലും അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞതിന് മുമ്പിലത്തെ തവണ ഈ 100 മീറ്ററിൽ വലിയ തർക്കം ഉണ്ടായല്ലോ, ഓർമ്മയില്ലേ? സാമ്പിൾ വെടിക്കെട്ട് തന്നെ മാറ്റിവെക്കേണ്ടി വരും എന്ന് ബന്ധപ്പെട്ട ദേവസ്വങ്ങൾ പറഞ്ഞു. കഴിഞ്ഞ വർഷം നമ്മൾ കൃത്യതയോടുകൂടിയുള്ള സർവേ ഡിപ്പാർട്ട്മെൻറ്റിനെ പെസോയുടെ സാന്നിധ്യത്തിൽ അളന്ന് 100 മീറ്റർ എടുത്തപ്പോൾ നമ്മുടെ ഈ തൃശ്ശൂർ റൗണ്ടിലെ മണികണ്ഠനാൽ മുതൽ നടുവിലാൽ വരെയുള്ള പ്രദേശത്ത് ഏതാണ്ട് ബാരിക്കേഡ് വരെ ആളുകൾക്ക് വന്നു നിൽക്കാനുള്ള അവസ്ഥയുണ്ടായി. തൃശ്ശൂരിലെ പൂരത്തിൻ്റെ വെടിക്കെട്ടിനെ നല്ലതുപോലെ ഡിസൈൻ ചെയ്ത് പൂരം കുറേ കൂടി വിസിബിളാക്കാവുന്ന വിധത്തിലുള്ള ആലോചനകൾ ദേവസ്വങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചെയ്യാം. അത് തുടർന്നതിന് വേണ്ടി പ്രത്യേകമായ ഒരു സമിതിയെ തന്നെ വെച്ച് പരിശോധിച്ച് ആ നടപടികൾ ചെയ്യാൻ വേണ്ടി കഴിയും. അതിലൊരു തർക്കവും നമുക്കാർക്കുമില്ല. അല്ല, ഞങ്ങൾ പറഞ്ഞല്ലോ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇംഗിതങ്ങൾക്ക് അല്ലെങ്കിൽ അതിൻ്റെ നയത്തിന് വിരുദ്ധമായ വിധത്തിൽ ഇടപെട്ടു എന്നുള്ളതിൻ്റെ പ്രാഥമിക ധാരണ കൊണ്ടാണ് കമ്മീഷണർക്ക് നടപടി ഉണ്ടായത്. കളക്ടർ മുഖാന്തരം ആ കാര്യങ്ങൾ ബന്ധപ്പെട്ട സമയത്ത് ആളുകൾ അറിയിച്ചിരുന്നു. അതിൽ വേണ്ടതുപോലെ പോലീസ് ഇടപെട്ടില്ല, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഇംഗിതത്തിന് വിധേയമായി വേണ്ടത്ര ജാഗ്രതയില്ലാത്ത ആ കാര്യത്തിൽ ഇടപെട്ടു. അതിൽ ബന്ധപ്പെട്ട അന്വേഷണത്തിൽ കാര്യങ്ങളെല്ലാം വ്യക്തമാകും. അത് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് നടപടി ഉണ്ടായത്. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ആനകളുടെ കാര്യത്തിൽ പ്രശ്നമുള്ള ആനകളെ നമ്മൾ ഒഴിവാക്കാറുണ്ട്. ഈ പ്രശ്നമുള്ള ഉദ്യോഗസ്ഥരെന്തിനാണ് നിലനിർത്തുന്നത്? ആനകളുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും കാര്യം ഒരുപോലെ കാണേണ്ടതുണ്ടോ? ചിലപ്പോൾ കാണേണ്ടി വരും ചില കാര്യങ്ങളിൽ. അല്ല, ഇദ്ദേഹം പുതിയ പ്രശ്നം ഉണ്ടാക്കിയല്ല, കഴിഞ്ഞ തവണ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇയാൾ സ്ഥിരമായ പ്രശ്നക്കാരനാണ് എന്നാണ് പറയുന്നത്. അത്തരത്തിൽ ഒരു മാറ്റം മുൻകൂട്ടി തന്നെ ഇയാളെ മാറ്റേണ്ടതായിരുന്നില്ല. അത് കഴിഞ്ഞ തവണ ഒരു പുതുമോടിയിലാണ് പൂരം നിയന്ത്രിച്ചത്. അതിൻ്റെ അനുഭവങ്ങളിലൂടെ സ്വാഭാവികമായിട്ട് ആളുകൾ മാറും എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു. ആ വിധത്തിലുള്ളൊരു മാറ്റം ഉണ്ടായില്ല. അത് ബോധ്യപ്പെട്ടപ്പോൾ നടപടിയായി.